ഇനി ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല. നിന്റെ തന്ത കുടിക്കുന്നതിന്റെ കാരണം ഞാനല്ല, നിന്റെ അളിയനാ SI തണ്ടിയാണ്. ചോദിച്ചു നോക്ക്. കാണുമ്പോ നിന്റെ അച്ഛൻ സല്യൂട്ട് ചെയ്തില്ലെങ്കിലേ ആ ചെറ്റക്ക് സഹിക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ആ പരട്ടാളി എന്റെ നേരെ വന്നാലുണ്ടല്ലോ, നിന്റെ പെങ്ങടെ മറ്റവനാണെന്ന് ഞാൻ നോക്കൂല. തീർച്ചയായും ഞാൻ കല്ലെറിഞ്ഞു വന്നാലും. എന്താടോ ആരെ കൊല്ലുന്നാ വിളിച്ചു പോകുന്നേ? അല്ല ഞാൻ പറയാം. പറയല്ലേ. ഏതോ ഒരു കൊടിച്ചിപ്പട്ടി കുറെ കാലമായി എന്റെ അച്ഛനെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ആ കൊടിച്ചിപ്പട്ടിയെ കണ്ടാൽ തല്ലി കൊല്ലാന്ന് ഞങ്ങൾ പറയായിരുന്നു. കഴുത്തി ബെൽറ്റ് ഇട്ട പട്ടിയാണോ? അല്ല, അരയിൽ നല്ല വീതിയുള്ള ബെൽറ്റ് ഇട്ട പട്ടി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട. നിങ്ങൾ കുടുംബക്കാരല്ലേ? കുടുംബക്കാരൻ ഇതിന്റെ അകത്തേം കാലൂത്തില്ല. ഈ കള്ളന്മാരുടെ കൂടെ ഒരു കൊച്ചു കള്ളനുണ്ടല്ലോ, കൊച്ചുണ്ണി, അവനെ പൊക്കാനാണ് ഞാൻ വന്നത്. നാളെ കാവിലുത്സവല്ലേ, അതിനു മുമ്പ് അവന്മാരെയൊക്കെ പൊക്കി അകത്തിട്ടാലേ എനിക്ക് മനസ്സമാധാനമായിട്ട് പാപ്പിന് ശരി ചിലപ്പോൾ ബാല കാണാൻ കഴിയൂ. ജരാസന്ധ അകത്തേക്ക് കയറുന്നില്ലേ? ഓ, കൊറേ കാലം ഇതിനകത്ത് തന്നെ ആയിരുന്നല്ലോ. ഒന്ന് കയറിയേച്ചുമ്പോ എന്താ സ്വർണ്ണം ഇരിക്കുന്ന അവിടെ? ഇവളിപ്പോ അമ്മയുടെ മോളല്ലമ്മേ, ഒരു പോലീസുകാരന്റെ ഭാര്യ. ഇവിടെ കയറുന്നതിനേക്കാൾ അന്തസ് അവൾക്ക് ആ കള്ളന്റെ വീട്ടിൽ കയറുന്ന. അവിടെ നാം എന്തെങ്കിലും അടിച്ചോണ്ട് പോവാലോ, അതിന് കേസും ഉണ്ടാവില്ല. ഇത്തരം ചീള് കേസിനോട് സംസാരിച്ച് നിന്റെ അന്തസ്സുകളല്ലേ. കൊച്ചുണ്ണി ഡാ മോനെ. എന്താ ഡാഡ് 7 to 9 എനിക്ക് പഠിക്കലാണെന്ന് അറിയില്ലേ? പഠിക്കല് പോലീസ് ഒന്നും ഇപ്പൊ ഉണ്ട്. ഓ പൂവർ പോലീസ്, കഷ്ടം. അപ്പൊ ഇത്തവണത്തെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ. അച്ഛന്റെ പേര് പറഞ്ഞു വിളിക്കുന്നു. അച്ഛന്റെ പേര് വിളിച്ചതല്ല, പിന്നെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ എന്ന് പറഞ്ഞതാ. ഞാൻ കിടന്ന് കാണുന്നുണ്ട്, ഞാനിവിടെ ഇല്ലാന്ന് പറ. ശരി, ഓക്കേ മൈ ഡിയർ സൺ. എന്താടോ തുറക്കാൻ എത്ര താമസം? അത് അടഞ്ഞു കിടന്നുകൊണ്ടാ സാർ. നിക്കറോ? താൻ LKG-ലാണോ പഠിക്കുന്നത്? അല്ല സാർ, ഇതൊക്കെ ഗൾഫാ. ഇയാളുടെ മകൻ ഗൾഫാരുടെ വീട്ടിൽ മാത്രം കക്കു. ഒന്ന് മാറി നേട്ടാ. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെയല്ലേ ചേട്ടാ? എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടങ്ങിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ല, പരാതി വേണ്ട. എന്ത് സൈസ് ഉണ്ണിയാ? കൊച്ചുണ്ണി. അവനെവിടെ? അവനിവിടെ ഇല്ല. വീട് സെർച്ച് ചെയ്യടോ. ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ അതൊക്കെ പറമ്പില്ല. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. സാറേ, കുളിമുറിൽ ആരോ ഉണ്ട്. എടാ തോരപ്പാ. എന്തിനാ എന്നെ കുരക്കണേ? നിനക്ക് എന്തിന്റെ കേടാ? നല്ല അടി കൊള്ളാത്ത കേടാ. കൊറക്കല്ലേന്ന് ഞാൻ പറഞ്ഞതാ. അയ്യോ, നിന്റെ തലാര എവിടെ കൊണ്ടെന്ന് വെച്ചേ? തല മാത്രമല്ലടാ, ഉടലുണ്ട് താഴെ. നിന്റെ കൊടലേനെടുക്കും. നീ ആരോട് വെച്ചിട്ട് വീടിനകത്ത് കയറിയത്? വീടിനകത്തല്ലോ കയറിയത്, ഞാൻ ഈ ബക്കറ്റിനകത്തല്ലേ കയറിയത്. എടാ തൊരപ്പ എണിക്കടാ. നീ ബഹളം വെക്കല്ലേ. ആ പോലീസുകാരൊന്ന് പൊക്കോട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഒന്നുമില്ല, നമ്മുടെ സുഹൃത്തുക്കളല്ലേടാ. സുഹൃത്തുക്കളാ? നീ കള്ളൻ ഫാമിലി, ഞാൻ പോലീസ് ഫാമിലി. നമ്മുടെ ഫാമിലികൾ തമ്മിൽ ചേരില്ല. സൗദേവാ, ഈ ലോകത്ത് കള്ളന്മാരില്ലെങ്കിൽ പിന്നെ പോലീസുകാരില്ലട്ടാ, അത് നീ മറക്കണ്ട. പോലീസ് ഉണ്ടോ ഇല്ലെന്നെ കൂടെ ഞാൻ കാണിച്ചു തരാടാ. കിട്ടിയോ? കൊച്ചുണ്ണിയെ പറമ്പിലൊന്നും കണ്ടില്ല സാർ. അവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്, എനിക്ക് ഉറപ്പാ. ഈ കോമാണ്ടോത്തെ നീ കാലൂത്തെ മുട്ടിലെന്തെങ്കിലും ഓടിക്കും. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ആണ്, വേണമെങ്കിൽ പിടിച്ചോണ്ടോ നോക്ക്. ഇല്ല, ഞാൻ എന്റെ പാട്ടിനങ്ങോട്ട് പോകും. ഇതാ സാറ് വിളിച്ച ഞാൻ സ്റ്റേഷനിൽ വരാത്തത്. ഞാൻ കേറിക്കോളാം. അളിയൻ സാറേ, ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് നിങ്ങളോട് ബഹുമാനമുള്ളൂ. 10 കാശ് സ്ത്രീധനം കൊടുക്കാനില്ലാതെ എൻ്റെ ഈ പെങ്ങൾ ഇവിടെ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾ കയ്യും കലാശമൊക്കെ കാണിച്ച് എൻ്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചു. ഒരാങ്ങളെ എന്ന നിലയ്ക്ക് എനിക്ക് ആ കാര്യത്തിൽ നന്ദിയുണ്ട് നിങ്ങളോട്. എന്ന് കരുതി എൻ്റെ അച്ഛൻ്റെ മെക്കെട്ടെങ്ങാനും കയറാൻ ശ്രമിച്ച ഈ മൂലംകുഴിയിൽ സഹദേവൻ ആരാന്ന് നിങ്ങൾ അറിയും. ചെല്ല. ഇപ്പൊ എനിക്ക് ഉറപ്പായി നീ ഒരു SI ആവുന്നു. പോയി മേടിക്കടാ ഷൂസും പാന്റും ഒക്കെ. എണ്ണൊന്നും വേണ്ട. എന്നാ പോയി മേടിക്കും. പോയി മേടിക്കടാ. ഇതെങ്ങനെയുണ്ട്? ഇത് മതി. ഓക്കെ. എന്താ എന്ത് പണ്ടാറത്? ഷൂസിന്റെ അകത്ത് തിന്നത്? അയ്യേ, ഷൂസ് ഇട്ട് പാണിരാക്കോ? എവിടെ നോക്കിയോ നടക്കണത്? ആരോ വീഴ്ത്തിയതാ. സോറി, ഷൂ വാങ്ങിച്ചിട്ട്. എന്തെന്നാലത് എവിടെ വെക്ക?
ചോറില് കല്ല് കണ്ടിട്ടുണ്ട്, സോക്സിൽ ആദ്യായിട്ടാ. തലയൊന്ന് മൊട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു. നായിന്റെ മോനെ, നിനക്ക് എന്നെ കൊണ്ട് സല്യൂട്ട് ചെയ്യിപ്പിക്കണല്ലോടാ. ഞാൻ എന്തുമാത്രം ചരട് വലിച്ചിട്ടാ നിന്നെ കൊല്ലാനുള്ള ഓർഡർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ശരിയാക്കി എടുത്തത് അറിയാം. ഇത് കണ്ടോ, മേഴ്സി കില്ലിങ്, മേഴ്സി കില്ലിങ്. പോലീസിന് വേണ്ടി ഒരുപാട് ജോലി ചെയ്ത പട്ടിയല്ലേ, രക്ഷപ്പെടുമെന്ന് നോക്കുപോലും ചെയ്യാതെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞ ഇറ്റ്സ് ടു മച്ച്. വേദാന്തം പറഞ്ഞോണ്ട് നിൽക്കാതെ അതിന്റെ പള്ളക്ക് അങ്ങോട്ട് കുത്തി കേറ്റ ഡോക്ടർ. ഇല്ലേ വേണ്ട, ഞാൻ കേട്ട. തൊട്ടുപോകരുത്. അത് പറയാ, നീ ആരാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ. ഇതെന്താണെന്ന് അറിയോ? ഇതൊരു കടലാസ്. വെറും കടലാസ് അല്ല, പിന്നെ ഈ പട്ടിയെ കൊല്ലരുതെന്നും അതിനെ എനിക്ക് വളർത്താൻ തരണമെന്നുള്ള മേനക ഗാന്ധിയുടെ ഓർഡറാ. ആ ഓർഡർ എനിക്കൊന്ന് കാണണം. അങ്ങനെ കണ്ണിക്കണ്ട ഡൂക്ലി പോലീസുകാരെ കാണിക്കാനുള്ളതല്ല മേനക ഗാന്ധിയുടെ ഓർഡർ. ഡോക്ടർ, നിങ്ങൾ ഇവിടെ നിൽക്കണം. ഡോക്ടർ, ഇത് മേനകാന്തിയുടെ ഓർഡർ ഒന്നുമല്ല, എന്റെ അപേക്ഷ. മനസാക്ഷി ഉണ്ടെങ്കിൽ അതിനെ കൊല്ലാതെ എനിക്ക് വിട്ടുതരണം. ഞാൻ പൊന്നുപോലെ വളർത്തിക്കോളാം. ആ മിണ്ടാപ്രാണിയെ കൊല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ലടോ. എന്നാ ഡോക്ടർ പ്ലീസ് നോക്കട്ടെ, വാ. മേനകാ ഗാന്ധി പറഞ്ഞ് എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഇടോ, ഈ ഡോക്ടർ ഇയാൾക്ക് ഹാൻഡ് ഓവർ. ഞാൻ സമ്മതിക്കത്തില്ല. ഇത് മേനകാ ഗാന്ധിയുടെ ഓർഡറാ. അനുസരിച്ചില്ലല്ലേ തന്റെ തൊപ്പി തെറിക്കും. അപ്പൊ മേഴ്സിക്കില്ലേ? അത് പുഴുകി തരണോ? യു ടേക്ക് ഇറ്റ്. താങ്ക് യു സാർ. നീ ഇതിനെ കൊണ്ട് എന്താലെത്താൻ പോവാ? ആ സ്ഥലത്ത് കൂടെ വയ്ക്കോല് കെട്ടി സ്റ്റഫ് ചെയ്ത് വെക്കാൻ പോണോ? കൊണ്ടുപോടാ പട്ടി. പ്രിയ പബ്ലിക്, ഇവനെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾ കിട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. സാറേ, ഇവൻ കൊള്ളനാ? അല്ല, കള്ളൻ. ഇവൻ കള്ളനാണെന്ന് എനിക്കറിയാം. സാർ ഏത് സ്റ്റേഷനിലെയാ? മൂലകുടി സ്റ്റേഷനിലെയാണോ? അങ്ങനെ ഇന്ന സ്റ്റേഷൻ എവിടെ നെറ്റിയാ വേഷം? ഞാൻ പറ്റില്ല. ചൈന ഭാഷ പറയുന്നോടാ? ടൈലറിന്റെ അടുത്തുനിന്ന്. അമ്മടെ പുളുസോ അപ്പൊ ഒറിജിനൽ അല്ലല്ലേ? എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാപ്പ് തരണം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. ഒത്തുകളിയാ പറയടോ? അതെ, ഞാൻ പബ്ലിക്കിന്റെ മുതല് കണ്ടു. ഇവൻ പബ്ലിക്കായി തന്നെ പോകും. ഒടുവിൽ പബ്ലിക്കിന്റെ കണ്ടി പൊടിയിട്ട് ഞങ്ങൾ മുങ്ങും. പറയടോ? സാർ, ഇവൻ പറയുന്നതിലും നുണയാണ്. ഞാൻ വിശ്വസിച്ചു. അപ്പോഴേ രണ്ടിനെയും പൊക്കി അകത്തുള്ള. എനിക്ക് നമ്മുടെ പഴയ കുട്ടിക്കാലം ഓർമ്മ തന്നെടാ. അന്ന് മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോഴും കള്ളനും പോലീസും കളിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്നായിരുന്നു. അയൽക്കാരായിരുന്നിട്ടും എത്ര നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മളിങ്ങനെ ഒരേ മുറി കൂടുന്നത്. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക്. കമ്പനിയായ ആര് കമ്പനിയായി? പറയണം. ഇതിന്റെ അകത്തായപ്പോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇറക്കി വിട്ടേനെ. മടാ പുളുസോ, അതൊക്കെ എസ് ഐ ആയിട്ട് പോരെ? എസ് ഐ ആവൂടാ, ഒരു ദിവസം എസ് ഐ ആയിട്ടോണോ നിന്റെ ഒക്കെ ലവാങ്ക. ചുമ്മാരുടെ. അതെ, എന്നെ ഇറക്കി വിടണ്ടോ? എനിക്കിന്ന് ടെസ്റ്റ് ഉള്ളതാ. നീ ആര്? സച്ചിൻ ടെണ്ടുൽക്കറോ ടെസ്റ്റിന് പോവാൻ? ഇത് പോലീസിലേക്കുള്ള ടെസ്റ്റാ. മിണ്ടരുത്. എനിക്കൊന്ന് അവിടെ തന്നെയാണ് ഡ്യൂട്ടി. നിങ്ങളുടെ കേസ് ഒന്ന് ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ. കേസ് ചാർജ് ചെയ്യാനോ? അതെ. നമുക്ക് സെൻട്രൽ ജയിലിൽ ഇതുപോലെ ഒരേ മുറി തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. പോടാ പട്ടി. അതെ, ഞാൻ നാളെ CEO DSP ആവും. ആയിക്കോ. ഇപ്പൊ എന്നോട് സഹകരിച്ചില്ലെങ്കിലേ അന്ന് ഞാൻ നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് സ്ഥലം മാറ്റും. സഹദേവാ, നീ എന്നെ സ്ഥലം മാറ്റരുത്. മാറ്റും. മാറ്റരുത്. മാറ്റും. ഉറപ്പാണോ? ഉറപ്പ്. നീ ഇന്ന് ഫിസിക്കൽ ടെസ്റ്റിന് പോയാലല്ലേ ഒരു SI എങ്കിലും ആകൂ. അതെ, നിന്നെ ഇന്ന് ടെസ്റ്റിന് വിടുന്ന പ്രശ്നമില്ല. അതെ, നീ SI ആയിട്ട് എന്ത് കിട്ടാനാ? നീ എന്റെ കൂടെ കൂട്, നല്ല പറാത്ത ഉണ്ടാക്കാം. പോടാ അളിയാ. പോടാ അളിയാന്നോ? അതെ, പോടാളിയാന്ന് സാറേന്ന് വിളിയടാ. ഏത് തെണ്ടിയ വരെ സാറേന്ന് വിളിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയം ഉണ്ടോ? നിന്നെ ഇന്ന് തുറന്നു വിടുന്ന പ്രശ്നമില്ല. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എനിക്ക് മേലും കീഴും നോക്കാനില്ല.
ഇന്നെനിക്ക് ഫിസിക്കൽ ടെസ്റ്റിന് എത്താൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും, മൃഗീയമായിട്ട് കൊല്ലും. എന്നിട്ട് ആ പേട്ടത്തല വെട്ടി ഈ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ സ്റ്റേഷനിൽ പോയി കീഴടക്കും. അവനെ തുറന്നു വിടും. അവൻ കൊല്ലൂന്ന് പറഞ്ഞപ്പോ സാറിന് വരണ്ടല്ലേ? എടോ തലയുടെ വില തനിക്കറിയില്ല. അത് പോയാ പിന്നെ ഞാൻ ഇതിലൂടെ വെള്ളം അടിക്കും. ടെസ്റ്റിന് ജസ്റ്റ് 10 മിനിറ്റേ ഉള്ളൂ. ഇനി പോയാലും അവന് എത്താൻ സ്വകാര്യം പറഞ്ഞിട്ട് തുറക്കണ്ട. തുറന്നു വിട്. അപ്പൊ എന്റെ കാര്യോ? ആ നിന്റെ കാര്യം ഇവിടെ തെളിയാതെ നടക്കുന്ന പെറ്റി കേസല്ല അവന്റെ തലയെ കെട്ടിവെച്ച് കോടതി ഹാജരാക്ക്. ആ പെറ്റി കേസന അത് 2 മാസം. ഞാൻ വിചാരിച്ചു 41 ആയിരിക്കുന്നു. അതെ എവിടെയെങ്കിലും വെച്ച് കണ്ടോന്ന് ചിരിക്കണേ. പോടാ. യൂണിഫോമോ? പെട്ടെന്ന് എടുത്തോളൂ സാർ, മസിൽ പോവും. അദ്ദേഹത്തിന്റെ അളവ് ഞാൻ എടുക്കാം. ഈ സാറിന്റെ നഷ്ടപ്പാടിയിലേക്ക് സ്ഥലം മാറ്റം വായിക്കാനുള്ളതാ എനിക്ക്. തരൂ, അളവെടുക്കട്ടെ സാർ. ചതിക്കരുത്. അളിയ നെഞ്ചളവ് 90-95 ചേട്ടാ. 60-65 വിരിവില്ല. അല്ല സാർ, 90-95. ഇയാളെന്താ വണ്ടി നമ്പർ പറഞ്ഞിരിക്കുക? என்ன பீதாம்பரன்? ഇയാൾ അൺഫിറ്റ് ആണ് സാർ. இவன் disqualified. അയ്യോ സാർ, ഈ സാർ റിവെഞ്ച് എടുക്കണം സാർ. Is that so? ആ സാർ. சரி, ஒரு வேலை பண்ணு. இவன் அந்த போஸ்டரை ஏத்தி டெஸ்ட் பண்ணுங்க. ஓகே? താങ്ക് യു സാർ. സാർ 90-95 വേണ്ട പോലെ കാണാം സാർ പോസ്റ്റ് റെഡി. 5 ലിറ്റർ എണ്ണയാ പോസ്റ്റിൽ ഒഴിച്ചത്. 1/2 ലിറ്റർ. Sorry, you're unfit. സാർ പ്ലീസ് സാർ. நீ இந்த போலீஸ் வேலைக்கு totally unfit. Clear out. സാർ സാർ ഇവരൊക്കെ ഫിറ്റ് ആണോ സാർ? Yes, they are fit. അവരുടെ ബോഡി ഷേപ്പ് കൊണ്ട് അറിയാൻ പാടില്ലടാ. They are strong. ഈ പോലീസ് എന്ന് പറഞ്ഞാൽ നിന്നെ പോലുള്ള പഴങ്ങഞ്ഞി പാർട്ടികൾക്ക് പറ്റിയ പണിയല്ല. ഇവരെ പോലെ തണ്ടും തടിയുള്ള ക്രിമിനൽസിനെ കിട്ടിയാൽ നേരിടാനുള്ള സ്ട്രെങ്ത് ഉണ്ടാണ് നിനക്ക്. ആശു Now am I fit sir? போலீஸ்காரன் மேல கை வைக்கிறேடா ராஸ்கல். திமிரு சார், இவனுக்கு ரொம்ப திமிரு. ஒரு ஆளை வெடி வச்சு கொல்றதுக்கு இவன் யாரு? போலீஸ் ஆபீசரா? நான் அன்னிக்கே சொன்னேன்ல, துப்பாக்கி கொடுக்க கூடாதுன்னு. വെടിവെക്കാൻ ഇവൻ ആര്? വെടിക്കാരൻ പണിക്കരാ. സാർ ഞാൻ മനഃപൂർവ്വമല്ല, അയാൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ കാലിൽ വെടിവെച്ചത്. അപ്പോഴയാളെ ഞാൻ പലതവണ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നീ ഒരു കൊലപാതകയാ. സാർ സാർ ഞാൻ ഈശ്വര ഏത് സമയത്ത് Sir, I think we are wasting our time, sir. Why don't you allow me to arrest him and take him to the court? ഇവനൊന്നും കേരള പോലീസ് ആരാന്ന് അറിയില്ല. അളിയ ഈ സമയം നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ തീർക്കാൻ ഇവിടെയല്ല. സർ ഫ്ലാസ്ക്. ഫാക്സ് സർ. ഫ്ലാഷ്. Oh my God. ആ കൊല്ലപ്പെട്ട ക്രിമിനലിന്റെ തലയ്ക്ക് ഡൽഹി പോലീസ് 5 ലക്ഷം രൂപ വില പ്രഖ്യാപിച്ചിരുന്നു. ആ 5 ലക്ഷം നിനക്കുള്ള റിവാർഡാണ്. സർ ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിക്കണം സർ. 5 ലക്ഷം രൂപ ഉണ്ടാവില്ല, 5 വർഷം ശിക്ഷ ഉണ്ടായിരിക്കും. അല്ല, കൺഗ്രാറ്റ്സ് കഥയാണ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. യു ക്യാൻ ഗോ. സർ 1 മിനിറ്റ് സർ. അളിയന്റെ അളിയനല്ലേ അളിയൻ. ഈ അളിയന് സ്ത്രീധനമായിട്ട് ഒന്നും തന്നിട്ടില്ല അളിയൻ. കിട്ടാൻ പോകുന്ന 5 ലക്ഷത്തിന്റെ പകുതി എനിക്ക് തന്നൂടെ അളിയ. അതിന്ന് ഒരു 5ന്റെ പൈസ ഞാൻ തരില്ല. വേണ്ട, 5ന്റെ പൈസ അളിയൻ എടുത്തോ, ബാക്കി എനിക്ക് തന്നൂടെ അളിയ. എന്ന് വെച്ച ഒറ്റ പൈസ പോലും തരില്ലെന്ന്. വേണ്ട, ഒന്നും തരണ്ട. എന്നാ ഇതുപോലെ 5 ലക്ഷം രൂപ വിലയുള്ള ഏതെങ്കിലും ഒരു ക്രിമിനലിന്റെ തല എനിക്ക് കാണിച്ചതാ. ഞാനൊന്ന് വെടി വെക്കട്ടെ. ഷൂട്ട്. പോക്കരുത്. Hey, யாரா அழியன்? ഒന്നുമില്ല സാർ. ഓ ഡിസ്മിസ്.